ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 2 9ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ദശകം 2 ശ്ലോകം 9. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിര്യന്മല ബോധേ ഭക്തിപഥേ ധവാപ്യുചിതതാമായാന്തി കിം താവതാ ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ഭ്രമാഖ്യമന്യേ പുനഃ ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈ. ആദ്യം നമുക്ക് ഈ ശ്ലോകത്തിലെ ആദ്യത്തെ 2 വരികളുടെ പദങ്ങളുടെ അർത്ഥമൊന്ന് നോക്കാം. അത്യായാസകരാണി, വളരെയധികം ബുദ്ധിമുട്ടുള്ളതായ, കർമ്മപടലാനി, കർമ്മക്കൂട്ടങ്ങൾ, വളരെയധികം കർമ്മങ്ങൾ, ആചരിച്ചിട്ട്, നിര്യന്മല, മനോമാലിന്യങ്ങളെ അകറ്റി മനഃശുദ്ധിയൊക്കെ നേടിയിട്ട്, ബോധേ, ജ്ഞാനമാർഗം, ഭക്തിപഥേ, ഭക്തിമാർഗം, അഥവാ ബോധേ അഥവാ ഭക്തിപഥേ, ജ്ഞാനമാർഗം അഥവാ ഭക്തിമാർഗം, ജ്ഞാനമാർഗം അല്ലെങ്കിൽ ഭക്തിമാർഗം, ഇതിലേത് ആണോ, ആണോ, ഏതാണോ ഉചിതമായിട്ടുള്ളത്, ആയാന്തി, അതിനുള്ള അർഹത നേടുന്നു, യോഗ്യത നേടുന്നു. അതായത് ചിലർ മോക്ഷപ്രാപ്തിക്കായി വളരെയധികം ബുദ്ധിമുട്ടുള്ളതായ കർമ്മക്കൂട്ടങ്ങളെ ആചരിച്ചിട്ട് മനഃശുദ്ധിയൊക്കെ നേടിക്കഴിഞ്ഞ് ജ്ഞാനമാർഗമോ ഭക്തിമാർഗമോ ഏതിനാണോ അവർക്ക് അർഹതയുള്ളത് അതിനുള്ള യോഗ്യത മാത്രം നേടുന്നു. ആ മാർഗത്തിലൂടെ പോവാനുള്ള യോഗ്യതയാണ് അവർ കർമ്മയോഗം അനുഷ്ഠിക്കുന്നതിലൂടെ നേടുന്നത്. കിം താവത, അതുകൊണ്ടിപ്പോൾ എന്താ ഫലം? വീണ്ടും ആ മാർഗങ്ങളിൽ കൂടി കടന്നുപോയി ആ യോഗം പൂർത്തിയാക്കിയാൽ മാത്രമേ അവർക്ക് മോക്ഷത്തിലെത്താൻ സാധിക്കുന്നുള്ളൂ. ഇനി അടുത്ത 2 വരികൾ നോക്കാം. ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ഭ്രമാഖ്യമന്യേ പുനശ്ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈ. ക്ലിഷ്ട്വാ, വളരെയധികം ക്ലേശിച്ചിട്ട്, തർക്കപഥേ, തർക്കശാസ്ത്രം, വേദാന്തം തുടങ്ങിയവ പഠിച്ചിട്ട്, പരബ്രഹ്മസ്വരൂപമായ തവ വപു, അങ്ങയുടെ ആ ശരീരം, ബ്രഹ്മാഖ്യം, ബ്രഹ്മം തന്നെയാണോ, ബ്രഹ്മം എന്നാൽ എന്താണ് എന്നൊക്കെ ചിന്തിച്ച്, വീണ്ടും അന്യേ, വേറെ ചിലർ, എന്നിട്ട് ചിത്താർദ്രത്വം, മനസ്സിൻ്റെ ആർദ്രതയും അലിവും നന്മയുമൊക്കെ ഹൃദയ ഇല്ലാത്തവരായി, വിചിന്യ, വീണ്ടും മനനം ചെയ്ത്, ബഹുഭി, വളരെ കാലം കൊണ്ടു മാത്രം, സിദ്ധിക്കുന്നു മോക്ഷം, അതും ജന്മാന്തരൈ, വളരെ ജന്മങ്ങൾ കൊണ്ട്. അതായത് വേറെ ചിലരാകട്ടെ തർക്കശാസ്ത്രം, വേദാന്തം തുടങ്ങിയവ പഠിച്ച് മനനം ചെയ്ത്, ബ്രഹ്മം എന്നാൽ എന്താണ്, ബ്രഹ്മസ്വരൂപമാണോ അങ്ങയുടെ ആ രൂപം എന്നൊക്കെ ചിന്തിച്ച് അവസാനം ബ്രഹ്മം എന്നുള്ള നിർഗുണ രൂപത്തെ ധ്യാനിച്ച്, അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ മനസ്സിൻ്റെ ആർദ്രതയൊക്കെ ഇല്ലാത്തവരായിത്തീർന്ന് വളരെയധികം ജന്മങ്ങൾ കൊണ്ട് മാത്രം മോക്ഷപ്രാപ്തിയിൽ എത്തുന്നു. അപ്പോൾ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം നോക്കിയാൽ, ചിലർ മോക്ഷപ്രാപ്തിക്കായി വളരെയധികം ബുദ്ധിമുട്ടുള്ളതായ കർമ്മങ്ങളെ ആചരിച്ചിട്ട് മനോമാലിന്യങ്ങളായ കാമക്രോധ ലോഭ മോഹാദികളിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കി മനഃശുദ്ധി വരുത്തി, ജ്ഞാനമാർഗമോ ഭക്തിമാർഗമോ ഏതിനാണോ അവർക്ക് അർഹതയുള്ളത് ആ മാർഗത്തിലേക്കുള്ള യോഗ്യത മാത്രം അവർ നേടുന്നു. കിം താവത, അതുകൊണ്ടിപ്പോൾ എന്താണ് പ്രയോജനം? വീണ്ടും ആ ജ്ഞാനമാർഗമോ ഭക്തിമാർഗമോ അനുഷ്ഠിച്ച് പൂർത്തിയാക്കിയാൽ മാത്രമേ അവർക്ക് മോക്ഷത്തിലെത്താൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ വേറെ ചിലരാകട്ടെ തർക്കശാസ്ത്രം, വേദാന്തം തുടങ്ങിയവ പഠിച്ചിട്ട് മനനം ചെയ്ത്, ബ്രഹ്മം എന്നാൽ എന്താണ്, ഈശ്വരനുണ്ടോ, ഭഗവാന്റെ ആ രൂപം തന്നെയാണോ പരബ്രഹ്മം എന്നൊക്കെ ചിന്തിച്ച് യുക്തിപൂർവം മനസ്സിലാക്കി അവസാനം ബ്രഹ്മം എന്നുള്ള നിർഗുണ രൂപത്തെ ധ്യാനിച്ച് അങ്ങനെ കുറേ
ജന്മങ്ങളോളം ധ്യാനിച്ച് മനസ്സിൻ്റെ ആർദ്രതയൊക്കെ ഇല്ലാത്തവരായി തീർന്ന് വളരെയധികം ജന്മങ്ങൾ കൊണ്ട് മാത്രമാണ് അവർ മോക്ഷപ്രാപ്തിയിൽ എത്തുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ജ്ഞാനമാർഗം വളരെ ദുർഗമമാണ്. വളരെ കാലങ്ങൾ കൊണ്ട് മാത്രമേ അവർക്ക് മോക്ഷപ്രാപ്തിയിലെത്താൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഭക്തിമാർഗമാകട്ടെ ഏറ്റവും തുടക്കത്തിൽ തന്നെ മനോഹരവും മധുരതരവും ഭഗവാനിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗവുമാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഭക്തിയോഗം എന്നത് എപ്പോഴും മധുരതരമാണ്. ഭഗവാനിലേക്കുള്ള ഏറ്റവും അടുത്ത മാർഗമാണ് ഭക്തിമാർഗം എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ നമ്മളോട് പറയുന്നത്. അത്യായാസകരാണി കർമ്മപടലാന്യാചര്യ നിര്യന്മലാ ബോധേ ഭക്തിപഥേധവാപ്യുചിതതാ മായാന്തി കിം താവത ക്ലിഷ്ട്വാ തർക്കപഥേ പരം തവ വപുർ ബ്രഹ്മാഖ്യമന്യേ പുനശ്ചിത്താർദ്രത്വമൃതേ വിചിന്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരൈ. 10ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.